നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വടകരയിലെ തെരഞ്ഞെടുപ്പ് ചർച്ചയിൽ ഒന്നാം സ്ഥാനം TP കേസ് വിഷയത്തിനായിരിക്കുമെന്ന് കെ മുരളീധരൻ MP. ഒരു വർഷത്തിനുള്ളിൽ കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുമെന്ന് മന്ത്രി MP രാജേഷ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുന്നത് സർക്കാർ നിർത്തിവെക്കണമെന്ന് ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ. നാൽപ്പത്തിനാലാമത് ത്യാഗരാജ ആരാധനോത്സവത്തിന് പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ തുടക്കമായി. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. വടകരയിലെ തെരഞ്ഞെടുപ്പ് ചർച്ചയിൽ ഒന്നാം സ്ഥാനം TP കേസ് വിഷയത്തിനായിരിക്കുമെന്ന് കെ മുരളീധരൻ MP. വടകര മണ്ഡലത്തിൽ താൻ സജീവമാണെന്നും MP പറഞ്ഞു. പിന്നെ സാധാരണ ടീച്ചർമാർ കുട്ടികളോട് പറയും കോപ്പി അടിക്കരുതെന്ന് പറയും. ഇന്നലെ ഒരു കോപ്പി അടി നടന്നു, പക്ഷേ ചീറ്റിപ്പോയി. ഞാൻ വട്ടിയൂർക്കാവ് MLA ആയിരിക്കുമ്പോഴാണ് വടകര മത്സരിക്കാൻ പോകുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിലാണ് അവിടെ വന്നിറങ്ങി. ഇത് മിനിഞ്ഞാന്ന് വരെ വടകരയിലും കോഴിക്കോടൊക്കെ ഉണ്ടായിരുന്നവർ, ഒരാൾ ഫറൂഖിൽ നിന്ന് ട്രെയിൻ കയറി കോഴിക്കോട് വന്നിറങ്ങി, മറ്റൊരാൾ കോഴിക്കോട് നിന്ന് കയറി വടകര വന്നിറങ്ങി. ഏതായാലും അത് ചീറ്റിപ്പോയി. അത്ര ഞാൻ പറയുന്നു. ഈ LDF നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത് TP കേസ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവില്ല. ചർച്ചയാവും. കാരണം ഒരു മനുഷ്യനെ പച്ചയ്ക്ക് വെട്ടിക്കൊന്ന് ചർച്ച ചെയ്യണം. അതാണ് ഹൈക്കോടതി ഡബിൾ ജിയോ വരുന്ന. അത് ചർച്ച ചെയ്യണ്ടേ? ഇപ്പം ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആരൊക്കെ പോയി, അവരൊക്കെ സുഖമായിട്ട് നടക്കുന്നില്ല. ഇപ്പോൾ ഓരോ കോർപ്പറേഷൻ ചെയർമാൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒക്കെ ഞങ്ങളുടെ കയ്യിൽ പോയതല്ലേ. ഇവിടെ ഒരാൾ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയപ്പോൾ അർദ്ധരാത്രി വെട്ടിക്കൊന്നു എന്ന് കോടതി പറഞ്ഞിട്ടുള്ള എന്താ? ഇന്നലെ ഈ കൊന്ന പല പ്രതികൾക്കും ചന്ദ്രശേഖരൻ ആരാന്ന് അറിഞ്ഞുകൂടാ. വാടക കൊലയാളികൾ. അപ്പോൾ ആര് നടത്തിയ പാർട്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന LDFന്റെ. അത് കാൻഡിഡേറ്റ് ആരാണെങ്കിലും ആ വിഷയം ചർച്ച ചെയ്യും. ഏത് കാര്യം ചർച്ച ചെയ്യാം, ഈ കർഷകനും ചർച്ച ചെയ്യാം. പക്ഷേ ഒന്നാം സ്ഥാനം ചന്ദ്രശേഖരന്റെ കൊലപാതകം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു വർഷത്തിനുള്ളിൽ കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുമെന്ന് മന്ത്രി MP രാജേഷ്. മെഡിക്കൽ കോളേജ് മലിനജല സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മാലിന്യ സംസ്കരണം ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണെന്നും ഇത്തരത്തിലുള്ള മലിനജല സംസ്കരണ പ്ലാന്റുകൾ എല്ലാ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും വേണമെന്നും മെഡിക്കൽ കോളേജ് മലിനജല സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി MP രാജേഷ് പറഞ്ഞു. ജനങ്ങൾ മലിനജല സംസ്കരണ പ്ലാന്റിന് എതിരായല്ല, പ്ലാന്റ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം ചെയ്യേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. സംസ്കരിച്ചെടുത്ത് ശുദ്ധീകരിച്ച വെള്ളം കുടിക്കാവുന്നതാണ് എന്ന് ലോകത്ത് പലയിടത്തും അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മലിനജലം ശുദ്ധീകരിച്ച് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന്. ഇന്ത്യയിൽ പക്ഷേ പലയിടത്തും അത് ജലസേചനത്തിന് ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് നേരിട്ടറിയാം. നമുക്കിങ്ങനെയുള്ള മലിനജല സംസ്കരണ പ്ലാന്റുകൾ, അതുപോലെ കക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ എല്ലാ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും വേണം. എല്ലായിടത്തും വേണം, നിർബന്ധമായും. അത് വളരെ അത്യാവശ്യമാണ്. ഒരു പഠനം, തെളിനീരൊഴുകും നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഒരു പഠനം നടത്തിയപ്പോൾ കേരളത്തിലെ വീട്ടുകിണറുകളിൽ 78% കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. മനുഷ്യ വിസർജ്യത്തിൽ നിന്നുണ്ടാവുന്നതാണ്. എന്താ കാരണം? വീട്ടിലെ സെപ്റ്റിക് ടാങ്കും കിണറും തമ്മിൽ അകലമില്ല എന്നതുകൊണ്ടും സെപ്റ്റിക് ടാങ്ക് ശാസ്ത്രീയമായിട്ടല്ല ഉണ്ടാക്കുന്നത് എന്നതുകൊണ്ടുമാണ്. അപ്പോൾ കക്കൂസ് മാലിന്യം സംസ്കരിക്കാൻ ആവശ്യത്തിന് പ്ലാന്റ് ഉണ്ടെങ്കിലേ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ആരെങ്കിലും ഇന്ന് സമരം ചെയ്യുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ സമരം ചെയ്യേണ്ടത് പ്ലാന്റിനെതിരെയല്ല, ഞങ്ങളുടെ നാട്ടിലൊരു പ്ലാന്റ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. തലയ്ക്ക് വിളിവുണ്ടെങ്കിൽ അങ്ങനെയാണ് സമരം ചെയ്യുന്നത്. ചടങ്ങിൽ മേയർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ആശംസകൾ അറിയിച്ചു. തോട്ടത്തിൽ രവീന്ദ്രൻ MLA വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. കോർപ്പറേഷൻ സെക്രട്ടറി KU ബിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്ഥിരം സമിതി അംഗങ്ങളായ ഡോക്ടർ S ജയശ്രീ, PC രാജൻ, OP ഷിജിന, P ദിവാകരൻ, PK നാസർ, C രേഖ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുന്നത് സർക്കാർ നിർത്തിവെക്കണമെന്ന് ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് വർക്കേഴ്സ് അസോസിയേഷൻ. അനുകൂല നടപടികൾ ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും സംഘടനാ നേതാക്കൾ പറഞ്ഞു. ഈ 4/2024 സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് പൂർണ്ണമായിട്ടും ഞങ്ങളുടെ സംഘടന അത് പൂർണ്ണമായിട്ടും ബഹിഷ്കരിക്കുകയാണ്. കാരണം ഒരു കാരണവശാലും നടപ്പിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പരിഷ്കാരങ്ങളാണ് ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് സർവീസ് തലങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഡ്രൈവിംഗ് പരിഷ്കാരങ്ങളെ സ്വാഗതം ചെയ്യുന്നു, സംഘടന സ്വാഗതം ചെയ്യുന്നു. പരിഷ്കാരങ്ങൾ ആവശ്യമാണ്. പക്ഷെ ഈ ഇപ്പോൾ വന്നിരിക്കുന്ന പരിഷ്കാരങ്ങൾ ഒരു ഡ്രൈവിംഗ് പരിശീലകർക്ക് അപേക്ഷകർക്ക് ഒരു കാരണവശാലും പാസ്സാവുന്ന രീതിയിലുള്ള ട്രാക്കല്ല ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഡ്രൈവിംഗ് സ്കൂളുകാർ ചില അസോസിയേഷന്റെ സ്വന്തമായിട്ടുള്ളതും വാടകയ്ക്ക് എടുത്തിട്ടുമായിട്ടാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. കാരണം എങ്കിൽ മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഇന്ന് കേരളത്തിലെ ഒരു വർഷം 80 ലക്ഷം രൂപ ഡ്രൈവിംഗ് ഈ ടെസ്റ്റിന് ഈ ട്രാക്കിന്റെ വാടകയ്ക്ക് വേണ്ടി ഇപ്പൊ നിലവിലുള്ള ട്രാക്ക് വാടകയ്ക്ക് വേണ്ടിയിട്ട് ഡ്രൈവിംഗ് സ്കൂള് കൂട്ടായിട്ടും നൽകുന്നുണ്ട്. ഒരു വർഷം 80 ലക്ഷം രൂപ നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 44ാമത് ത്യാഗരാജ ആരാധനോത്സവത്തിന് പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ തുടക്കമായി. ഓൾ ഇന്ത്യ റേഡിയോ റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ കെ വഗീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. 5 ദിവസങ്ങളിലാണ് ഉത്സവം നടക്കുന്നത്. ശെമ്മാങ്കുടി നഗർ എന്ന് നാമകരണം ചെയ്ത പത്മശ്രീയിലാണ് 5 ദിവസങ്ങളിലായി കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രശസ്തരായ സംഗീതജ്ഞർ സംഗീത കച്ചേരികൾ അവതരിപ്പിക്കുന്നത്. AIR റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ കെ വഗീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. മാനേജിംഗ് ട്രസ്റ്റി SGS രത്നം, താമരക്കാട് ഗോവിന്ദൻ നമ്പൂതിരി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് അട്ടുവാശ്ശേരി മോഹനൻ പിള്ളയും സംഘവും ദിവ്യനാമ കീർത്തനം ആലപിച്ചു. ത്യാഗരാജ ആരാധന ട്രസ്റ്റാണ് ത്യാഗരാജ സംഗീതോത്സവം സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നാടിനൊപ്പം നന്മയോടൊപ്പം എന്ന മുദ്രാവാക്യവുമായി വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനായി MK രാഘവൻ MP നയിക്കുന്ന ജനഹൃദയ യാത്ര മാർച്ച് 1 മുതൽ 9 വരെ നടക്കും. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലങ്ങളിലും ജാഥ പര്യടനം നടത്തും. കേന്ദ്ര പദ്ധതികളുടെ ഫലപ്രദമായി മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ കഴിയുമെന്നും MP പറഞ്ഞു. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലെത്തിക്കാൻ വേണ്ടിയുള്ള ജനഹൃദയ യാത്ര എന്ന പേര് മാർച്ച് 1 മുതൽ മാർച്ച് 9 വരെ ലോകസഭാ മണ്ഡലത്തിലുടനീളം യാത്ര സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു.
ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് വെച്ച് നടക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് കോഴിക്കോട് മേഖലയുടെ നേതൃത്വത്തിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. ഗാന്ധിഗൃഹത്തിൽ നടന്ന പരിപാടി ചിത്രകാരൻ പോൾ കല്ലാനോട് ഉദ്ഘാടനം ചെയ്തു. 4ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായിരുന്നു ചിത്രരചനാ മത്സരം നടത്തിയത്. 2 മണിക്കൂർ നീണ്ടുനിന്ന മത്സരത്തിന് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക തീം നൽകിയിരുന്നില്ല. കുട്ടികളുടെ മനസ്സിൽ വിരിയുന്ന ഭാവന അതേപടി ക്യാൻവാസിൽ പകർത്തുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് തീം നൽകാതിരുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 80ഓളം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. കോഴിക്കോട്ട് നടക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് ചിത്രരചനാ മത്സരം നടത്തിയത്. പരിപാടി ചിത്രകാരൻ പോൾ കല്ലാനോട് ചിത്രം വരച്ചാണ് ഉദ്ഘാടനം ചെയ്തത്. ഒരു ബിന്ദുവിൽ നിന്ന് ഒരു രേഖ ഉണ്ടാകുന്നത് പോലെ ആ രേഖകളിൽ നിന്ന് ചിത്രങ്ങളുണ്ടാകുന്നു, പ്രപഞ്ചമുണ്ടാകുന്നു. അത് ഒരു മനുഷ്യന് വളരെ സ്വകാര്യമായി, വളരെ ധീരമായി എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറയുന്നതിന് തുല്യമാണ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് നമ്മൾ പറയുന്നതാണ് ആ ചിത്രം വരയ്ക്കൽ തന്നെ. അപ്പോൾ അത് നിങ്ങൾ കാണുന്നു, നിങ്ങളുടെ ചിത്രം പൂർത്തിയാകുന്നു. ആ ചിത്രത്തിൽ വർണ്ണങ്ങളും വസന്തങ്ങളും ജീവിതവും നന്മകളും അതിൻ്റെ നന്മതിന്മകളും ഒക്കെ ഉണ്ടാവും. അത് എല്ലാ ധീരതയോടും കൂടി നേരിടുക. ചടങ്ങിൽ COA മേഖലാ പ്രസിഡന്റ് കുറിയേടത്ത് ഹരിദാസൻ, COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് M. മൻസൂർ, ജില്ലാ പ്രസിഡന്റ് KP സത്യനാഥൻ, സംസ്ഥാന കമ്മിറ്റി അംഗം അഫ്സൽ PP, ടീംസ് MD വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ശ്രീനിവാസൻ A അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലെ സ്കൂൾ എക്കോ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനമായ പക്ഷിക്ക് കുടിവെള്ളം പദ്ധതിക്ക് തുടക്കമായി. വടേക്കണ്ടി നാരായണൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികൾ സ്കൂൾ വളപ്പിലും അവരവരുടെ വീടുകൾക്ക് സമീപവും ഒരു പരന്ന പാത്രത്തിൽ പക്ഷികൾക്കും മറ്റ് ജീവജാലങ്ങൾക്കുമായി കുടിവെള്ളം ഒരുക്കുന്ന പദ്ധതിയാണിത്. സഹജീവി സ്നേഹവും പ്രകൃതിയിലെ വിഭവങ്ങൾ എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് എന്ന ബോധവും വിദ്യാർത്ഥികളിൽ വളർത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പുതിയറ BMUP സ്കൂളിൽ നടന്ന പക്ഷിക്ക് കുടിവെള്ളം പദ്ധതി കേരള സർക്കാരിൻ്റെ വനമിത്ര പുരസ്കാര ജേതാവ് വടേക്കണ്ടി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷിക്ക് കുടിവെള്ളം നൽകുന്നത് പോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ സന്ദേശം പുതുതലമുറകളിലേക്ക് പകർന്നു നൽകേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മളിന്ന് പക്ഷികൾക്ക് കുടിവെള്ളം ഒരുക്കാനുള്ള ശ്രമമാണ്. ഇവിടെ നിങ്ങളെപ്പോലെ തന്നെ മറ്റ് ജീവജാലങ്ങളെയും കാണുകയാണ്. നമുക്കൊക്കെ വെള്ളം അമ്മയോട് ചോദിച്ച് അമ്മയെ വെള്ളം വേണം എന്ന് പറയാം, അല്ലെങ്കിൽ കിണറ്റിൽ പോയി കോരിയെടുത്ത് കുടിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ടാപ്പ് തുറന്ന് നിങ്ങൾക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കാം. പക്ഷെ ഇങ്ങനെയൊന്നും ചെയ്യാൻ ആർക്ക് കഴിയില്ല? പക്ഷികൾക്ക് കഴിയില്ല, മറ്റ് ജീവജാലങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ സഹായിക്കുകയാണ്. ഹെഡ്മാസ്റ്റർ PL ജെയിംസ് അധ്യക്ഷനായിരുന്നു. ഷജീർ ഖാൻ വയ്യാനം, എക്കോ ക്ലബ്ബ് കോർഡിനേറ്റർ അനിത റോസ്, വിദ്യാർത്ഥി കൺവീനർമാരായ ഇഷ ഇർഷാൽ, ക്രിസ്റ്റീന ഹെൻറി, അധ്യാപകരായ സൂസൻ ആഗ്നസ്, ബീന ജോസഫ്, ഷർമിള ഡെന്നീസ്, സജിന സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഫിഷറീസ് സ്റ്റേഷൻ ബേപ്പൂർ കെട്ടിട ഉദ്ഘാടനം ബേപ്പൂർ ഫിഷിംഗ് ഹാർബറിൽ ഫെബ്രുവരി 29-ന് നടക്കും. മത്സ്യബന്ധന വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മേയർ ഡോക്ടർ ബീന ഫിലിപ്പും MP MK രാഘവനും മുഖ്യാതിഥികളായി പങ്കെടുക്കും. ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരുന്നു. ടൗണിലേക്കായിരുന്നു ഓഫീസ് മാറ്റിയിരുന്നത്. അപ്പോൾ ടൗണിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണ് നാളെ നിർവഹിക്കാൻ പോണത്. നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും അവിടെ വെച്ചുകൊണ്ടാണ് നമ്മുടെ ഓഫീസ് തുടങ്ങുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് സൗകര്യപ്രദമായും സമയബന്ധിതമായും സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടി ബേപ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഫിഷറീസ് സ്റ്റേഷനിൽ വകുപ്പിന്റെ കീഴിൽ വരുന്ന എല്ലാ ഓഫീസുകളുടെയും സേവനം ലഭ്യമാകുന്ന വിധത്തിലാണ് കെട്ടിടം സജ്ജീകരിച്ചിട്ടുള്ളത്. 3 നിലകളിലായി 5568 ചതുരശ്ര അടി വിസ്തീർണത്തിൽ പണി കഴിപ്പിച്ചതാണ് കെട്ടിടം.
ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയം, മറൈൻ എൻഫോഴ്സ്മെന്റ് വിങ്, റീജിയണൽ ഫിഷറീസ് കൺട്രോൾ റൂം, ട്രെയിനിംഗ് ഹാൾ എന്നിവ കൂടാതെ മത്സ്യഭവൻ, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, മത്സ്യഫെഡ് പ്രൊജക്ട് ഓഫീസ് എന്നിവയുടെ ഓഫീസുകളും ഇവിടെ പ്രവർത്തിക്കും. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 29 വ്യാഴാഴ്ച മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മത്സ്യബന്ധന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കുമെന്ന് 47-ാം വാർഡ് കൗൺസിലർ M. ഗിരിജ, ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ സുനീർ V, ജോയിന്റ് ഡയറക്ടർ PK സുധീർ കിഷൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതേപോലെ റീജിയണൽ ഫിഷറീസ് കൺട്രോൾ റൂം, മത്സ്യഭവൻ ബേപ്പൂര്, പിന്നെ കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, മത്സ്യഫെഡ് ഓഫീസ് ക്ലസ്റ്റർ 1 ബേപ്പൂര്, അങ്ങനെയുള്ള ഫിഷർമെൻ ട്രെയിനിങ് സെന്റർ, അങ്ങനെയുള്ള എല്ലാ ഓഫീസും ഇത്രയും ഓഫീസുകൾ അവിടെ നമ്മളെ പുതിയ ബിൽഡിങ്ങിൽ നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. KSSPU കൊടുവള്ളി ബ്ലോക്ക് 32-ാം വാർഷിക സമ്മേളനം കിഴക്കോത്ത് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത് ദത്ത് ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൊടുവള്ളി ബ്ലോക്ക് 32-ാം വാർഷിക സമ്മേളനം കിഴക്കോത്ത് NBT ഹാളിൽ നടന്നു. കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജി ദത്ത് ഉദ്ഘാടനം ചെയ്തു. കാരണം ഞാൻ 2000 മുതലാണ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി, 2 തവണ പ്രസിഡന്റായിട്ടും തുടർച്ചയായി. M. സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. അനുസ്മരണ പ്രമേയം KK അബ്ദുറഹ്മാൻ കുട്ടി അവതരിപ്പിച്ചു. മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ KV ജോസഫും ജില്ലാ കമ്മിറ്റിയുടെ കൈത്താങ്ങ് വിതരണം C. അശോകനും നിർവഹിച്ചു. ജോസ് മാത്യു, സന്തോഷ്, ഫെബിന അബ്ദുൽ അസീസ്, നസീമ ജമാലുദ്ദീൻ, E. അബ്ദുൽ അസീസ് എന്നിവരും മറ്റ് പ്രതിനിധികളും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ. കോഴിക്കോട് കോവൂർ പാലാഴി MLA റോഡിലെ ശ്രീ മീത്തൽ നങ്ങോലത്ത് ഭഗവതി ക്ഷേത്രത്തിലെ തിറ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ വിവിധ പരിപാടികളോടെയാണ് ഉത്സവ ചടങ്ങുകൾ നടന്നത്. ഗ്രാമത്തിന്റെ ഐശ്വര്യദേവതയായ ശ്രീ മീത്തൽ നങ്ങോലത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം 2 ദിവസങ്ങളിലായാണ് നടന്നത്. കാവുണർത്തൽ, ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, കലശമെഴുന്നള്ളത്ത്, ഉച്ചപൂജ, അന്നദാനം, വിവിധയിനം തിറകൾ, ആഘോഷവരവുകൾ എന്നിവയും ഉണ്ടായിരുന്നു. തുടർന്ന് നടന്ന താലപ്പൊലി വരവിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രം കാരണവരായ TN ബാലകൃഷ്ണൻ, പ്രസിഡന്റ് TN ദിനേശൻ, സെക്രട്ടറി P. പ്രമോദ്, ട്രഷറർ PK സുനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ സ്വർണ്ണ മെഡൽ വിതരണം വിക്ടറി ഡേ ഫെബ്രുവരി 29-ന് നടക്കും. കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടി മന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. 3 മുതൽ 12 വരെയുള്ള ക്ലാസ്സിലാണ് പരീക്ഷ നടത്തിയത്. ആ 10 ക്ലാസ് ഉണ്ടാവും. ഓരോ ക്ലാസ്സിലെയും 3 ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് റാങ്ക് ഹോൾഡേഴ്സിനാണ് സ്വർണം കൊടുക്കുന്നത്. മറ്റ് വിദ്യാർത്ഥികൾക്ക് നമ്മൾ സ്കോളർഷിപ്പ് നൽകുന്നു. LSS, USS ഒക്കെ മാതൃകയിൽ മദ്രസകളിൽ നടത്തുന്ന ആദ്യത്തെ പരിപാടിയാണ്. ഒരു മദ്രസയിൽ നടത്തുന്ന പുതുമയുള്ള ഒരു പരിപാടിയാണ് സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ. അതിന് മദ്രസയിലെ ഇസ്ലാമിക വിഷയങ്ങൾ മാത്രമല്ല, ജനറൽ നോളജ്, ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് 60% മദ്രസ വിഷയവും 40% മറ്റു വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരീക്ഷയാണ് നടന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com.
ബേപ്പൂർ ശിവപുരി റോഡ് ശ്രീ മഹാദേവ കലാകായിക സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് കോംട്രസ്റ്റ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പും നടന്നു. MR കൺവെൻഷൻ സെന്ററിൽ നടന്ന ക്യാമ്പിൽ 200ഓളം പേർ പങ്കെടുത്തു. സമിതി പ്രസിഡന്റ് KP രാജ്കുമാർ, ജനറൽ സെക്രട്ടറി ബിജീഷ് തിരുത്തിയിൽ, P ബാബു, സന്തോഷ് പാമ്പുങ്ങൽ, സനൽ KP, ഷാജു C, രമേശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടകരയിലെ തെരഞ്ഞെടുപ്പ് ചർച്ചയിൽ 1ാം സ്ഥാനം TP കേസ് വിഷയത്തിനായിരിക്കുമെന്ന് K മുരളീധരൻ MP. ഒരു വർഷത്തിനുള്ളിൽ കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുമെന്ന് മന്ത്രി MP രാജേഷ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുന്നത് സർക്കാർ നിർത്തിവെക്കണമെന്ന് ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ. ാമത് ത്യാഗരാജ ആരാധനോത്സവത്തിന് പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ തുടക്കമായി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.